മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/8/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം. മകം, 3-ാം പാദം, പുരുഷജാതകമാണിത്. ധനു ലഗ്നം, 2-ൽ കേതു, 3-4 ഭാവങ്ങൾ ശൂന്യം, 5-ൽ വ്യാഴം, ശനി, 6-7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ സൂര്യൻ, ബുധൻ, രാഹു, 9-ൽ ചന്ദ്രൻ, ശുക്രൻ, 10-ൽ ഗുളികൻ, 11-ൽ കുജൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ട് പല രീതിയിലുള്ള ബ്ലോക്സ് അനുഭവപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ് ഇദ്ദേഹവുമായി സംസാരിച്ചിരുന്നത്. എന്തുകൊണ്ടാണത്? പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സമയത്തിൽ. ധനു ലഗ്നം ഭരിക്കുന്നത് വ്യാഴം, 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് നീചസ്ഥനായ ശനിയോടൊത്ത് നിൽക്കുന്ന വ്യാഴം. അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ 6-ാമത് ദൃഷ്ടി. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായ ശനിയോടൊത്തു നിൽക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ജോലി സംബന്ധമായിട്ട് പല രീതിയിൽ അനിശ്ചിതത്വങ്ങൾ ഉള്ള ഒരു ഗ്രഹനിലയാണത്. കാരണം ഇദ്ദേഹം പൊതുവെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജോലി എന്ന് പറയുന്ന മേഖലയുമായി ഇറങ്ങി തിരിച്ച ശേഷം പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള, പല കമ്പനികളിലായി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഇദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അത് ആ ജോലിയുടെ സ്വഭാവവുമാണ്. എന്നിരുന്നാൽ തന്നെയും 10-ൽ ഗുളികൻ, ജോലി സംബന്ധമായിട്ട് അനിശ്ചിതത്വങ്ങൾ, അസ്വസ്ഥതകൾ, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനോ വരുത്താനോ ഒക്കെ കാരണമായിട്ടുള്ള 10-ലെ ഗുളികൻ ശക്തനാണ്. 10-ൽ നിൽക്കുന്ന ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അതുപ്രകാരം ഗുളികൻ്റെ 12-ാം ദൃഷ്ടി എന്ന് പറയുന്നത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രൻ, അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ, ഈ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നിടത്തേക്കുമാണ്. അതിൽ 2-ലും നെഗറ്റീവായിട്ടുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് കാണേണ്ടിയിരിക്കുന്നു. 1, മനസ്സിനെ അസ്വസ്ഥമാക്കും. 2, സമാധാനത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കെടുത്തും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ഉള്ള സാധ്യത ആഫ്റ്റർ മാരേജ് ഉണ്ട്. ഈ 3-4 കാര്യങ്ങളെ ഗുളികൻ്റെ 12-ാം ദൃഷ്ടി ചന്ദ്രനിലേക്കും ശുക്രനിലേക്കും വരുന്നത് വഴി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ലാസ്റ്റ് സംസാരിച്ചത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ഈ പറയുന്ന ടഫ്നെസ്, ബ്ലോക്സ് വഴി അദ്ദേഹം വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദം നേരിടുന്നുണ്ട്. മാത്രവുമല്ല 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ്. 8-ൽ സൂര്യനോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. രാഹു ബുധൻ ഒരു നല്ല കോമ്പിനേഷൻ അല്ല. വർക്ക് സ്പേസിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, പ്രഷേഴ്സ്, അത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തെ ജോലി പരിപൂർണമായും തീർത്താൽ മാത്രമാണ് മറ്റൊരു ദിശയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജോലിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ ജോലി തീരില്ല. കാലങ്ങളേറെയായിട്ടും അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അവിടെ സമയം ചെലവഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അദ്ദേഹത്തിന് വരുമാനം അവിടെ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ജോലി വഴി കിട്ടേണ്ടുന്ന വരുമാനത്തെ അത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ആ വരുമാനം കിട്ടുന്നേയില്ല. ഇതെല്ലാം ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്ന അവസ്ഥയുമായി കണക്റ്റഡാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോഴെന്ന് പറയുന്നത്, നടപ്പ് ദശ എന്ന് പറയുന്നത് തന്നെ സൂര്യദശയിൽ ശനിയുടെ അപഹാരം. എങ്ങനെയുള്ള സൂര്യൻ? 8-ൽ രാഹുവിനോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ദശ. അതിൽ നീചസ്ഥനായ പ്രധാന ശത്രുവായ സൂര്യൻ്റെ 1-ാം നമ്പർ ശത്രുവായ ശനിയുടെ അപഹാരം. ശനി നീചസ്ഥനുമാണ്. ആ സമയത്ത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ശത്രുതാപരമായിട്ടുള്ള അനുഭവങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതം നടക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം നടന്നേ തീരും. അതെല്ലാം കൃത്യമായി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. രാഹുവിൽ കേതു അല്ലെങ്കിൽ കേതുവിൽ രാഹു എന്നൊക്കെ പറയുന്ന പോലെ രവിയിൽ ശനി, അതല്ല എങ്കിൽ ശനി ദശയിൽ സൂര്യൻ, രവിയുടെ അപഹാരമൊക്കെ വളരെയധികം ഏതൊരു മനുഷ്യനും ശ്രദ്ധിച്ച് തന്നെ പോകണം. കാര്യം ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കുറയുകയും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മനസ്സിനെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ കൂടുകയും ചെയ്യും എന്നൊരർത്ഥം ഇതിനുണ്ട്.
അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രാഹുവിനോടൊത്ത് സൂര്യനോടൊത്താണ് നിൽക്കുന്നത് ചന്ദ്രൻ്റെ രാശിയിൽ. ചന്ദ്രനാകട്ടെ ഗുളികൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി നല്ല രീതിയിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. കാരണം എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അല്പം ബുദ്ധിമുട്ടുകൾ, അല്പം മുഷിയുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ വിവാഹ ജീവിതം പോകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായിട്ട് ജാതകം, നാള്, പൊരുത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹനില പരിശോധനയൊക്കെ നടത്തിയിട്ട് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം വ്യക്തികൾ പോകാനായിട്ട്. അനാവശ്യമായൊന്ന് സൂക്ഷിച്ചു പോയാൽ ഇല്ലാതാകുന്ന ഒരു നെഗറ്റീവിനെ സൂക്ഷിക്കാതെ പോവുക വഴി നമ്മൾ പോക്കറ്റിലേക്ക് വെക്കേണ്ട കാര്യമില്ല എന്നത് വളരെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ ജെന്യുവനായിട്ടുള്ള വാസ്തവമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പോവുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലാണ് ജനനം. മകമാണ് നക്ഷത്രം. 2002 വരെ കേതു, അതിനുശേഷം ശുക്രൻ 2022 വരെ, അതിനുശേഷം സൂര്യൻ 2028 വരെ, അതിനുശേഷമാണ് 10 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ചന്ദ്രദശ, അതിനുശേഷം കുജൻ 2045 വരെ, ശേഷം രാഹു, ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു രവിയിൽ ശനിയാണ്. രവിയിൽ ശനി നേരത്തെ പറഞ്ഞു. പ്രത്യേകിച്ചും 8ലൊക്കെ നിൽക്കുന്ന സൂര്യൻ, രാഹുവിനോടൊത്ത് നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും 10ാം ഭാവാധിപൻ കൂടാണ് ബുധൻ, അതിനോടും ഒത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ടഫായിട്ടുള്ള അല്പം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കാര്യങ്ങളെ കൊണ്ടുപോകും അല്ലെങ്കിൽ നടത്തും എന്നതിനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ്. അദ്ദേഹം വളരെ ടെൻസ്ഡായിട്ടാണ് അന്ന് കാണപ്പെട്ടത് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ കൃത്യമായി തന്നെ അത് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ്. പ്രത്യേകിച്ചും 10ലൊക്കെ ഗുളികൻ നേരത്തെയും മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 10ൽ നിൽക്കുന്ന ഗുളികൻ്റെ 2ാം ദൃഷ്ടി, അതുപോലെ തന്നെ 12ാം ദൃഷ്ടി, ഇവിടെ ഈ മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ വന്നതുകൊണ്ടാണ് മാനസികമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ, അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഇതാണ് എന്ന് തിരിച്ചറിയുക. കൃത്യമായിട്ട് തന്നെ ഇതിന് പരിഹാരമുണ്ട്. ലഗ്നത്തെ കൊണ്ട് തന്നെ, വ്യാഴത്തെ കൊണ്ട് തന്നെ ഗുളികൻ്റെ ആക്രമണത്തെ ശമിപ്പിക്കുന്നതിന് തന്നെ കൃത്യമായി പരിഹാരങ്ങളുണ്ട്. അത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് ചെയ്യുക വഴി വലിയ രീതിയിലുള്ളൊരാശ്വാസം, 100% ഒന്നും മാറ്റാൻ പറ്റില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യങ്ങളെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഏതൊരു ഗ്രഹനില ഉണ്ടെങ്കിലും ആളുകൾക്ക് അത്യാവശ്യം ജ്യോതിഷം അറിയാം. ഇപ്പോൾ യൂട്യൂബ് ചാനൽസൊക്കെ സജീവമായതോടു കൂടി. അപ്പോൾ 10ലൊക്കെ ഗുളികൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി തന്നെ, ഇതിപ്പോൾ ചെറുപ്രായമാണ്, കൃത്യമായിട്ട് പരിഹാരം ചെയ്താൽ കൃത്യസമയത്ത് തന്നെ ഗുണം ലഭിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വലിയ വലിയ അബദ്ധങ്ങളിൽ പോയി ചാടിയ ശേഷം ഒന്നേ എന്ന് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇത് പരിഹരിച്ചു പോകാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.